ഇതുപോലെ എത്ര അഴുക്ക് പിടിച്ച ഷൂവും ഉണ്ടെങ്കിൽ ഒരു സെക്കൻഡ് കൊണ്ട് നമുക്ക് വെള്ളമില്ലാതെ തന്നെ ക്ലീൻ ചെയ്തെടുക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നമുക്ക് പെട്ടെന്നൊന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ, അതുപോലെ തന്നെ കുട്ടികളുടെ ആയാലും മുതിർന്നവരായാലും ഇതുപോലെ അഴുക്ക് പിടിച്ച ഷൂ ഉണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് ക്ലീൻ ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് സാധാരണ നമ്മൾ വെള്ളവും സോപ്പ് ഉപയോഗിച്ചാണല്ലോ ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഇതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈ പറഞ്ഞ 1-2 ഐറ്റം വെച്ച് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന കുറച്ച് സാധനങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് നമ്മൾ തേക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചെറിയൊരു ബ്രഷിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഇത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഈ ഷൂ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാലോ, നന്നായിട്ട് ചെളി പറ്റി പിടിച്ചിരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് ഒരു പേസ്റ്റാണ്, അതുപോലെ സോഡാപ്പൊടി, പിന്നെ വേണ്ടത് വിനാഗിരി ആട്ടോ. പിന്നെ ഇത് തേച്ച് കഴുകാൻ വേണ്ടിയിട്ട് ചെറിയൊരു ബ്രഷും വേണം. അപ്പോൾ നമ്മൾ ഇതുപോലെ പാത്രത്തിലേക്ക് കുറച്ച് സോഡാപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നീട് കുറച്ച് പേസ്റ്റ് കൂടി ഒന്ന് എടുത്തിട്ട് ഇതുപോലെ കുറച്ച് വിനാഗിരി കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ പിന്നെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, വിനാഗിരിയാണ് നമ്മൾ ഒഴിക്കുന്നത്. അപ്പം ഇതുപോലെ ഒഴിക്കുമ്പോൾ നന്നായിട്ട് പതഞ്ഞൊക്കെ വരും. നമ്മളിതൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഷൂവിൻ്റെ ചെളിയുള്ള ആ ഭാഗത്ത് ഇതുപോലെ ഒരു ബ്രഷ് വെച്ച് മുക്കിയിട്ടൊന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് മുറുക്കെ തേക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതുപോലെ ഒന്ന് പതുക്കെ തേച്ചാലും മതി. ആ ചെളി ഇളകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഇനി നമ്മളൊരു കോട്ടൻ്റെ തുണി ഉപയോഗിച്ച് അല്ലെങ്കിൽ കോട്ടൺ ഉപയോഗിച്ച് ഇതുപോലെ പതുക്കെ ഒന്ന് തുടച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ തുടയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുന്നതായിരിക്കും. കണ്ടോ, നല്ല രീതിയിൽ ചെളിയും അഴുക്കും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. ശരിക്കും നല്ലൊരു വ്യത്യാസം നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. ഒട്ടും വെള്ളമില്ലാതെ തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ പേസ്റ്റും സോഡാപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് വിനാഗിരി ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഇതുപോലെ ഷൂ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മളെ ചാനലൊന്ന് ഫോളോ ചെയ്യാനും അതുപോലെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം.